ഹലോ, വെൽക്കം ബാക്ക്. എങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെ നോമ്പൊക്കെ? അപ്പോൾ നന്നായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റ ബാറ്ററിൽ നമുക്ക് എങ്ങനെ 2 സ്നാക്ക് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ 3 ബജി മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു മുളക് തന്നെ നമുക്ക്, അതായത് ഒരു മുളക് തന്നെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതായത് 4 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്തുള്ള ഈ അരിയൊക്കെ എരിവുണ്ടോ എന്നറിയില്ല, എന്നാലും ഞാൻ കുറച്ച് ഒന്ന് മാറ്റിയിട്ടുണ്ട്, കുറച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബജി മുളക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഈ മുളകിനെ തന്നെ ഞാൻ 4 പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര, അതായത് ആ ഒരു വീതിക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടല മാവാണ് എടുത്തിട്ടുള്ളത്. അതായത് 240 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇപ്പോൾ ജീരകം നമുക്ക് ഇടയ്ക്ക് കഴിക്കുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ടീസ്പൂൺ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട്, അതായത് പേസ്റ്റ് ആക്കിയിട്ടല്ല, ജസ്റ്റ് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മളത് ആ സ്പൂണിൽ ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ അത് കോട്ടിങ് അതിൽ തന്നെ പിടിച്ചിരിക്കണം. അപ്പോൾ ഇതുപോലെ ഇത് ജാമിൻ്റെ ഒരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുക്കി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസി, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം എൻ്റെ ഇരിക്കുന്ന ബജി മുളക് നല്ല നീളമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ മിക്സ് ചെയ്ത ബൗളിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, എണ്ണ നല്ലപോലെ പിടിക്കും. ആദ്യം മുളക് ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇടാൻ. പിന്നെ ഒരു മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പിന്നെ മുളകൊന്നും ഭയങ്കരമായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ 2 സൈഡും നല്ല മൂത്ത് നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം അതേ മുളക് ബജി പോലെയില്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് മുട്ട ബജി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നേരത്തെ അതേ റെഡിയാക്കി വെച്ച ബാറ്ററി തന്നെയാണ് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു മുട്ടേനെ ഞാൻ ഹാഫാക്കിയിട്ടാണ് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്ത് ഫ്രൈ ആക്കുന്നത്. മുട്ട ബജിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടതാണ്. അപ്പോൾ മാവിൽ നല്ലപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതിപ്പോൾ ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, സെയിം അതേ മാവ് തന്നെയാണ്. ആകെ കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും ഇതുപോലെ തന്നെ നല്ല തിളച്ച എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അകത്ത് നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മളെ മുട്ടയൊക്കെ വേവിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു കളർ മാറുന്ന വരെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത്. അങ്ങനെ മുട്ട ബജിയും റെഡിയായി. അപ്പോൾ ഒറ്റ മാവിൽ തന്നെ നമുക്ക് 2 സ്നാക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് ഇത് രണ്ടാണ്, ഒന്ന് മുളക് ബജിയും മുട്ട ബജിയും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം അതുപോലെ തന്നെ വന്നിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ ഇഫ്താറിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.